സ്പോട്ട് ലൈവ് തുടരുന്നു. താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിനെ സഹപാഠികൾ മർദ്ദിച്ചു കൊന്ന കേസ് അട്ടിമറിച്ചേക്കുമെന്ന് കുടുംബം. കുട്ടികൾക്ക് ഒത്താശ ചെയ്ത രക്ഷകർത്താക്കൾക്കെതിരെ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി. നീതി തേടി മുഖ്യമന്ത്രി കാണാൻ ഉദ്ദേശിക്കുകയാണ് ഷഹബാസിന്റെ കുടുംബം. പ്രതികളായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂവെന്നാണ് ഷഹബാസിന്റെ മാതാപിതാക്കൾ പറയുന്നത്. ഇതില് കുട്ടികൾ മാത്രമല്ല യഥാർത്ഥ പ്രതികൾ, അവരെ പിന്നിൽ മുതിർന്ന ആളുകളുണ്ട്. അന്നും ഇന്നും ഞാൻ ഉറച്ചു പറയുന്നുണ്ട്. പക്ഷെ അവരെ പേരിലോ ഒരു ആക്ഷൻ എടുക്കാനോ ഇത്രയും തെളിവുകളൊക്കെ അവരെ പേരിലുണ്ട്. യാതൊരുവിധ ഇതും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇവിടെ കാര്യങ്ങൾ ഇവിടെ തന്നെ നിർബന്ധപ്രകാരമാണ് നമ്മളിപ്പോൾ ഇത് ചോദിച്ചു വാങ്ങിക്കുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് നീതി കിട്ടണം നമുക്ക്. ഈ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്റെ കുട്ടിക്ക് നീതി കിട്ടണം. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, ഷഹബാസിന്റെ മാതാപിതാക്കളും പോലീസിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. കേസ് അട്ടിമറിച്ചേക്കും എന്നൊരാശങ്ക അവർ പങ്കുവെക്കുന്നുണ്ടല്ലോ. എന്താണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കുടുംബം പ്രധാനമായും ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ? തീർച്ചയായും ടോമ, മകൻ മരിച്ചതിന്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും കരകയറാത്ത ഒരു അമ്മയുടെ വാക്കുകളാണ് നമ്മൾ കണ്ടത്. അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആ മകൻ മരിച്ച വിവരം അറിഞ്ഞ് അന്ന് കിടക്കയിലേക്ക് വീണതാണ്. ആശുപത്രിയിലും മറ്റുമൊക്കെയായി അവരുടെ ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം മോശമാണ്. ഇന്നലെയും മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാരടങ്ങുന്ന സംഘം വീട്ടിലെത്തി പരിശോധിക്കുകയും കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് തന്നെ ചെല്ലണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ 1 വയസ്സുള്ള ഒരു കൈക്കുഞ്ഞും മറ്റ് 2 കുട്ടികളും അവരുടെ വീട്ടിലുണ്ട്. പക്ഷേ അവരുടെ കാര്യം നോക്കാൻ പോലും കഴിയാത്ത വിധം തളർന്നു നിൽക്കുന്ന ഒരു അമ്മയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് വന്ന് സംസാരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നത്. ആ പിതാവും ആ ദിവസം മുതൽ അങ്ങേയറ്റം മാനസിക വിക്ഷോഭം അനുഭവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവരൊക്കെ ഈ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഇക്കാര്യങ്ങൾ പരസ്യമായി പറയണമെന്ന് ഒരുപക്ഷെ നമ്മൾ പോലും ആവശ്യപ്പെട്ടിട്ട് വരുന്നതോ ഒന്നുമല്ല. നമ്മളെ ഇങ്ങോട്ട് ബന്ധപ്പെട്ടാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ കാണണം, നിങ്ങളിലൂടെ കുറേ കാര്യങ്ങൾ അധികാരികളെ അറിയിക്കണം, ജനങ്ങളെ അറിയിക്കണമെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയുന്നു. കാരണം ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്ത അങ്ങേയറ്റം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് അന്ന് നമ്മൾ ഷഹബാസിന്റെ മരണ ദിവസം കണ്ടത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴും ആ കേസ് അട്ടിമറിക്കപ്പെടുന്നുവോ എന്ന ആശങ്ക ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാവുന്നു എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം. കാരണം ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളിൽ ചിലർ ഗുണ്ടാ ലിസ്റ്റിൽ വരെ ഉൾപ്പെട്ടവർ ആണ് എന്ന വെളിപ്പെടുത്തലുകൾ നേരത്തെ വന്നിരുന്നു. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾ, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾ എന്നിവർ ഒക്കെ ആ കേസിൽ ഉൾപ്പെടുന്നു. പക്ഷേ ഈ കേസിലെ പ്രതികളെ സഹായിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ച രക്ഷകർത്താക്കൾക്കെതിരെ ഒരു തരത്തിലുമുള്ള കേസുകൾ എടുക്കുന്നില്ല എന്നതാണ് ഈ കുടുംബത്തിന്റെ പരാതിയുടെ ഒരു അടിസ്ഥാനം. അതിൽ രാഷ്ട്രീയ നേതാവിന്റെ മകൻ വരെ ഉള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ കുറിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ പോലും പോലീസ് തയ്യാറാവുന്നില്ല. അവർക്ക് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് ക്ലീൻ ചിറ്റ് നൽകി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നതെന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു. ഒപ്പം ഈ സാക്ഷികളായ ആളുകളെയും മറ്റുമൊക്കെ സ്വാധീനിക്കാൻ ഈ പ്രതികളുടെ ഭാഗത്തുനിന്നും വലിയ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു. അങ്ങാടിയിൽ വെച്ച് കാണുമ്പോഴും വഴിയരികിൽ വെച്ച് കാണുമ്പോഴും ഒക്കെ ഈ പ്രതികളായ ആളുകളുടെ ബന്ധുക്കൾ ഈ ഇരയായ ഷഹബാസിന്റെ അച്ഛനെയും മറ്റുമൊക്കെ നോക്കി പരിഹാസിച്ചിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇത്രമേൽ വലിയ കുറ്റം ചെയ്താലും ഇത്ര മാത്രമേ ഇതിന് ശിക്ഷയുണ്ടാവൂ എന്ന് കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ കേസ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടാതെ നീതി ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. മാതൃകാപരമായ ഒരു ശിക്ഷയോ പ്രോസിക്യൂഷൻ നടപടികളോ ഒക്കെ ഉണ്ടായാൽ ഇനിയെങ്കിലും ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് കുട്ടികൾ വിട്ടുനിൽക്കും. ഇത്തരം കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് ഒത്താശ ചെയ്യുന്നതിൽ നിന്നും രക്ഷകർത്താക്കൾ മാറി നിൽക്കും എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം അവരുടെ ഒരു വലിയ പതനത്തിന്റെ അവസ്ഥയിലും അവർക്കൊരു പൊതുസമൂഹത്തിലേക്ക് ഇക്കാര്യങ്ങൾ പറയേണ്ടത് ഒരു ഗതികേടാണ്. ഷഹബാസിന്റെ അച്ഛൻ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഏലും തങ്ങളുടെ വീടുകളിൽ, മുഖ്യമന്ത്രിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള വിദ്യാഭ്യാസ മന്ത്രിയിലും തങ്ങളുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ ആരായുകയും തങ്ങൾക്കൊരു നേരിയ ആശ്വാസമെങ്കിലും തരികയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവരാരും എത്തിയില്ല. ഈ കോഴിക്കോട് ജില്ലയിലുള്ള AK ശശീന്ദ്രൻ മന്ത്രി കർശനമായ നടപടി ഈ വിഷയത്തിൽ ആവശ്യമാണ്. കാരണം ഷഹബാസിന്റെ ഈ കൊലപാതകം അതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് തെളിയിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തും സമാനമായ രീതിയിൽ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സഹപാഠിയെ 10ാം ക്ലാസ്സുകാരൻ 3 പേരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. അതായത് നമ്മുടെ കുട്ടികൾക്കിടയിൽ അക്രമവാസന വർദ്ധിക്കുന്നുണ്ട്.
ഇവർക്കെതിരെ തുടക്കത്തിൽ തന്നെ നടപടി ഉണ്ടായില്ലെങ്കിൽ അത് അവർ ഒരുപക്ഷെ വലിയ ക്രിമിനലുകളായി മാറാനുള്ള സാധ്യത പോലും ഉണ്ടല്ലോ അനീഷെ. പോലീസ് ഈ വിഷയത്തിൽ പറയുന്ന ന്യായീകരണം എന്താണ്? കാരണം ഈ മാതാപിതാക്കൾ, ഈ പ്രതികളായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ, ഒരാൾ ക്രിമിനൽ കേസിലെ പ്രതിയാണ്, അവരുടെ വീട്ടിൽ നിന്നാണ് ആയുധം പിടിച്ചെടുത്തത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കൾക്കെതിരെ അന്വേഷണം നടത്താത്തത്, അവരെ പ്രതി ചേർക്കാത്തത്? ടോമോ, അങ്ങേയറ്റം സ്ഫോടനാത്മകമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾ കടന്നു പോകുന്നത്. അത് സർക്കാർ കലാലയങ്ങളിൽ നിന്നോ സ്വകാര്യ കലാലയങ്ങളിൽ നിന്നോ എന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസമാണ് ഞാൻ തന്നെ ഈ ബട്ടൺസ് ഇടാത്തതിനും താടി വടിക്കാത്തതിനും ഒരു +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ച്, അത് ഒരു തവണയല്ല പലതവണ പലയിടങ്ങളിലായി മർദ്ദിച്ച വാർത്തകൾ പുറത്തു വന്നത്. മലപ്പുറത്തു നിന്നും ടോം പറഞ്ഞ രീതിയിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന കുത്തുകേസിൻ്റെ വാർത്തകൾ വരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പോലും പലതവണയാണ് ഇത്തരം കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള റാഗിംഗ് ആയാലും സ്കൂളിലും പുറത്തുമുള്ള സംഘർഷങ്ങളായാലും അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നില്ല. ഷഹബാസിൻ്റെ ജീവൻ പോയെങ്കിലും 3 പേർക്ക് കുത്ത് കേസിൽ പ്രതികളാവുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോഴും ഒരു മാതൃകാപരമായ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. അല്ലെങ്കിൽ കുട്ടികൾ ഇതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല, ആവേശഭരിതരായി വീണ്ടും കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരാകുന്നു എന്നത് തന്നെയാണ് നമുക്ക് കണ്ടുവരേണ്ട പ്രവണത. ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഈ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അവരെ നേരിട്ട് കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളില്ല എന്ന ഒരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ഈ നെഞ്ചക്കടക്കമുള്ള ആയുധങ്ങൾ ഒരു പ്രതിയുടെ വീട്ടിൽ നിന്ന് ലഭിക്കുമ്പോൾ ആരാണ് ആ നെഞ്ചക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഈ നെഞ്ചക്ക് ലഭിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുന്നില്ല. ഒപ്പം ഈ മർദ്ദനം നടക്കുന്ന സ്ഥലത്തിന് സമീപം ചില മുതിർന്നവരുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഒരു സമഗ്രമായ അന്വേഷണം നടന്നോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതിൽ തന്നെയാണ് ഈ ഷഹബാസിന്റെ കുടുംബം ആരോപിക്കുന്നത് പോലെ തന്നെ ഒരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ്, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. മറ്റൊരാൾ അധ്യാപകരും ആരോഗ്യ സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മകനാണ് ഒരാൾ. മറ്റൊന്ന് പ്രമുഖരായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകനാണ്. അങ്ങനെ ഉന്നത രാഷ്ട്രീയം സ്വാധീനമുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ട നിലയിലുള്ള ആളുകളാണ് ഈ പ്രതികളുടെ മാതാപിതാക്കളായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നീതി പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും കേസുകളിൽ പ്രതി ചേർക്കുമോ എന്ന ഒരു പ്രതീക്ഷ ആ കുടുംബത്തിന് വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്ത് ഒരു ഉചിതമായ നീതിയുടെ ഒരു കിരണം എത്തിക്കാൻ കഴിയുമോ എന്നൊരു കണക്കൂട്ടിലാണ് കുടുംബത്തിന് നീതി ലഭിക്കണം. ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്, മകന് നീതി ലഭിക്കണം. അതിനാൽ നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് ഷഹബാസിന്റെ കുടുംബത്തിന്റെ തീരുമാനം.